2022 ഡിസംബർ 10 ഖത്തറിലെ അൽ തുമാമ സ്റ്റേഡിയത്തിൽ ഒരു അട്ടിമറി നടന്നു. ഒരിക്കൽ ലോകം വിറപ്പിച്ചിട്ടുള്ള പറങ്കിപ്പറയുടെ പിൻതലമുറക്കാരെ ഫുട്ബോൾ കളത്തിൽ മൊറോക്കോ ഒറ്റ വെടിയുണ്ടയിൽ കൊന്നുകളഞ്ഞു. 42-ാം മിനിറ്റിൽ യൂസഫ് എൽ നസരിയുടെ തലയിൽ നിന്ന് പാഞ്ഞൊരു ഹെഡർ പോർച്ചുഗൽ വല തുളയ്ക്കുക മാത്രമല്ല, അവരുടെ ഹൃദയം കൂടിയാണ് അന്ന് ഭേദിച്ചത്. ഒരു ലോകകപ്പ് എന്ന സ്വപ്നം അവസാനിച്ചത് കണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു: ആ സ്വപ്നം അവസാനിച്ചു. എന്നിട്ടും ഈ 41-ാം വയസ്സിലും അയാൾ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാകും? ഇതിഹാസമാകാൻ ലോകകിരീടം അനിവാര്യമാണോ? വേണമെന്നില്ല. ലോകകിരീടം നേടിയത് കൊണ്ടല്ല യോഹാൻ ക്രൈഫിനെ ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത്. പക്ഷേ ക്രൈഫിനെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോകകിരീടം അർഹിക്കുന്നുണ്ട്. 2022 തോൽവിയിൽ ആകെ തകർന്നു പോയ റൊണാൾഡോ പഴയ നിലപാടുകൾ തിരുത്തിയിരുന്നു. അതുവരെ അയാൾ ആവർത്തിച്ചു പറയുമായിരുന്നു, പോർച്ചുഗലിനായി ലോകകപ്പ് ജയിക്കുകയാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന്. പക്ഷേ ഖത്തർ ലോകകപ്പിൽ നിന്ന് മടങ്ങിയതോടെ ആ അധ്യായം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റോണോ പറഞ്ഞു, ലോകകപ്പ് നേടുക എന്നത് ഇപ്പോൾ എൻ്റെ സ്വപ്നമല്ല. ലോകകപ്പ് നേടിയാലും ഇല്ലെങ്കിലും കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ തൻ്റെ പേരിനും സ്ഥാനത്തിനും യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നുമില്ല. 6-7 മത്സരങ്ങളുള്ള ഒരു ടൂർണമെൻറ്റിലെ ജയപരാജയങ്ങളല്ല തന്നെ അടയാളപ്പെടുത്തുന്നത്. വലിയ കിരീടങ്ങളില്ലാതിരുന്ന പോർച്ചുഗലിനെ യൂറോപ്പിൻ്റെ ചാമ്പ്യന്മാരാക്കിയത് താനാണെന്ന് റൊണാൾഡോ ഓർമ്മിപ്പിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ നിരാശാജനകമായ 2ാം വരവിന് ശേഷം വിമർശകരുടെ വായടപ്പിക്കാനും കരിയറിൽ അതുവരെ നേടാനാകാത്ത ഏക ലോകകപ്പ് കിരീടം സ്വന്തമാക്കാനുമുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഖത്തറിൽ എത്തിയത്. എന്നാൽ ഓൾഡ് ട്രഫോർഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് സമാനമായ രീതിയിലായിരുന്നു ലോകകപ്പിൽ നിന്നുള്ള അടക്കവും. സ്വിറ്റ്സർലൻഡിനെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് റൊണാൾഡോ പോർച്ചുഗൽ ക്യാമ്പ് വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വാർത്തകൾ വന്നിരുന്നു. പകരം കളത്തിലിറങ്ങിയ ഗോൺസാലോ റാമോസ് ഹാട്രിക് നേടിയ മത്സരത്തിൽ ഫെർണാണ്ടോ സാന്റോസിൻ്റെ ടീം 6-1 വിജയിച്ചു. പലരും പലതും പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ പോർച്ചുഗലിനോടുള്ള എൻ്റെ സമർപ്പണം ഒരു നിമിഷം പോലും കുറഞ്ഞിട്ടില്ല എന്ന് എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റൊണാൾഡോ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അന്ന് അങ്ങനെ എഴുതി.